വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. 6-ാം ദിവസമായ തൃക്കേട്ടയിൽ തൃത്താപ്പൂക്കണി വെക്കുന്നു. ഈ നാളിൽ ആളുകൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകും. പുതിയ പൂക്കള വർണ്ണങ്ങളാൽ പൂക്കളം ഭംഗിയാക്കിയിടും. തിരുവോണം അടുക്കും തോറും അങ്ങോട്ട് പിന്നെ മത്സരമാകും പൂക്കളമിടാൻ. എൻ്റെ പേര് പ്രസന്നകുമാർ. ഇതെൻ്റെ വൈഫ് വിജയകുമാരി. ഇതെൻ്റെ മകള് ചാന്ദിനി പി കുമാർ. പിന്നെ ഒരു മകനുണ്ട് പ്രണവ് പി കുമാർ. അവൻ വന്നിട്ടില്ല. പിന്നെ ഇതെൻ്റെ അമ്മ പാറുക്കുട്ടിയമ്മ. ഇത് എൻ്റെ ചിറ്റയുടെ മോൻ്റെ മകനാണ് വിനായക്. ഇത് മകള് ദുർഗ. ഇത് ഞങ്ങളുടെ സ്വന്തം അമ്മുക്കുട്ടി. ഇത് അമ്മുക്കുട്ടിയുടെ ചേട്ടൻ അമ്പാടി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. അതിന് വേണ്ട സാധനങ്ങളാണ്. ഇത് പഴം നമ്മൾ പുഴുങ്ങി അതിൻ്റെ നാരും ഇതെല്ലാം കളഞ്ഞ് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ശർക്കരപ്പാനി, ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്നു. ഇത് തേങ്ങാപ്പാൽ, 2-ാം പാൽ, ഇത് 1-ാം പാൽ, ഇത് അണ്ടിപ്പരിപ്പ്, ഏലക്കായ് പൊടിച്ചത്, നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. എന്നാൽ നമുക്ക് ഇത് തുടങ്ങാം. സ്റ്റൗ കത്തിക്കാൻ പോകണം. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാവണം ശരിക്കും. ഉരുളി ചൂടായിട്ടുണ്ട്. നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇതിനകത്ത്. ഇനി ശർക്കരപ്പാനി ഒഴിക്കാൻ പോകണം. ഇനി അതൊന്ന് വരട്ടി വന്നെ. ഇത് നൂൽപ്പാകം വരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് പഴം ഒഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി, അമ്മയും ഞങ്ങൾ ചേട്ടനയ്യന്മാരും ഞങ്ങളുടെ പിള്ളേരും ഭാര്യമാരും ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിൽ കൂടാറുണ്ട്. അച്ഛനത് നിർബന്ധമാണ്. നല്ലോണം തിളച്ചു. ശർക്കരപ്പാനി നല്ലോണം തിളച്ചു. ഇനി അതങ്ങോട്ട് വരട്ടി നൂൽപ്പാകം വരണം. എല്ലാ വീട്ടിലും പൂവിടും. പൂവിട്ട ആഘോഷമൊക്കെ ഉണ്ട്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് തൃക്കേക്കരപ്പനെയൊക്കെ വച്ച ആർപ്പുമാക്കിലേക്ക് ഇട്ട് പെണ്ണുങ്ങളും പിള്ളേരും എല്ലാവരും കൂടി നല്ല ആഘോഷമായിരിക്കും. പടി വരെയൊക്കെ ഒഴിക്കും. ഈ കുരുത്തോലയും തുമ്പക്കുടമൊക്കെ കൂടി വെട്ടി ഇറങ്ങിയെടുത്ത് ഒഴിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തൃക്കേക്കരപ്പനെ വച്ച വെളുപ്പിന് അടഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ കൊല്ലം ഓണത്തിന് ചെയ്യുക. ഒക്കെ പഴയ ചിട്ട. ഇനി അത് പ്രധാനം പായസം വയ്ക്കാനായിട്ട്. ഞങ്ങൾക്കത് പ്രത്യേകമാണ്. ഒട്ടുള്ളിയിലേ വയ്ക്കുള്ളൂ ഞങ്ങൾ പായസം. ഇനി ഇപ്പൊക്കെ വല്ലൊരുന്നോ അല്ല അരുപണീയത്തിലൊക്കെ വയ്ക്കണമെണ്ടെങ്കിലേ ഉള്ളൂ. ഞങ്ങളൊക്കെ പഴയ കാലത്ത് തുടങ്ങി ഉള്ളിയിലാണ്. എല്ലാ വീട്ടിലും ഉള്ളി ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിലൊക്കെ അത് ഉള്ളിയിലാണ് വയ്ക്കാറുള്ളത്. അല്ലാതെ ഞങ്ങളൊന്നും വേറെ ഉള്ളി വയ്ക്കാറില്ല. അതാണ് പ്രത്യേകത. ശർക്കരപ്പാനി അങ്ങനെ പാകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നൂൽപ്പാകം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പഴം ഇടാൻ പോകണം. പഴം എടുക്കും. പഴം ഇടാൻ പോകണം.
ഇത് ഇങ്ങനെ സാവധാനം ഇട്ടില്ലെങ്കിലേ ഇത് തെറിക്കും. തെറിച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടത് 1.25 കിലോ ശർക്കര കാച്ചി ആ ശർക്കര പാനിയിലേക്ക് 1 കിലോ പഴം അടിച്ച് ചേർക്കാണ് ചെയ്തത്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 കൂടുതൽ വയ്ക്കാം. അതിനനുസരിച്ച് ശർക്കരയും ഈ പഴം കൂടുന്നതനുസരിച്ച് ശർക്കരയും തേങ്ങയും കൂടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര കിലോ വേണമെങ്കിലും വയ്ക്കാം. അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി ഇനി ഇത് ഇളക്കി ചേർത്ത് നല്ലോണം ഇത് വയറ്റണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ഈ പായസം ഏറ്റവും പാടുള്ള പായസമാണ്. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഈ ശർക്കരയിൽ കിടന്ന് ഈ പഴം അങ്ങനെ തന്നെ വയറ്റി ശരിയായിട്ട് അതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണത് 1.25 കിലോ ശർക്കര, 1 കിലോ ഏത്തപ്പഴം, 4 തേങ്ങയുടെ പാല്, അത് ചിരണ്ടി പിഴിഞ്ഞ് എടുക്കണം. അത് ചേർത്തിട്ടില്ല, അത് ചേർക്കാനുള്ളതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി, ഇത്രയും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ പായസം റെഡിയാവുള്ളൂ. അത് ഇതിനകത്ത് ഈ ശർക്കരയിൽ കിടന്ന് ഈ പഴം ശരിക്ക് വയറ്റണം, എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പുളി വരും, പഴപ്രഥമൻ ശരിയാവില്ല. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അത് പിടിക്കും, അടി പിടിക്കും. അങ്ങനെ പിടിച്ചു പോയാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ശർക്കര കിടന്ന് ശരിക്ക് വയറ്റണത്. ഇപ്പം പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് വരട്ടൽ ഒരുവിധം ആയിക്കൊണ്ടിരിക്കണം. ഇനി ഇതിനകത്തേക്ക് 2-ാം പാല് ചേർക്കാനാണ്, തേങ്ങാപ്പാൽ. അത് ചേർക്കാൻ പോകണം. തേങ്ങാപ്പാൽ 2-ാം പാലെടുക്കും. ഇത് 4 തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തതാണ്. അതിലത്തെ 2-ാം പാലാണ് നമ്മളിപ്പോൾ ചേർത്തത്. 1-ാം പാല് അവിടെ ഇരിപ്പുണ്ട്, അത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇത് ഇനിയും തിളച്ച് ഒന്നും കൂടി വറ്റാനുണ്ട്. വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പാലും കൂടി ചേർക്കും. എന്നിട്ട് അതിന് ശേഷമാണ് തലപ്പാൽ ചേർക്കണത്. അതോടുകൂടി നമ്മുടെ പായസം റെഡിയാകും. 2-ാം പാൽ ഒഴിച്ച് തിളച്ച് നല്ലോണം കുറുകി തുടങ്ങി. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്, കണ്ട, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം കുറുകി. ഇനി തലപ്പാൽ ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ ഏലക്കാപ്പൊടി അതിനകത്ത് കലക്കി തലപ്പാൽ ഒഴിക്കാൻ പോകണം. തലപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. 3 സ്പൂണ് ഏലക്കാപ്പൊടി അതിലിട്ടു, തലപ്പാലിലിട്ട് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ 2-ാം പാലൊഴിച്ച് ഇത് തിളച്ച് കുറുകി തുടങ്ങി. ഇനി തലപ്പാൽ 4 തേങ്ങയുടെ ആദ്യമേ തന്നെ പിഴിഞ്ഞെടുത്ത ആ തലപ്പാലാണ്. അത് ഏകദേശം ഒരു 2-2.5 ഗ്ലാസോളം വരും. അത് ഏലക്കാപ്പൊടി ഇട്ട് കലക്കി ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി നല്ലോണം ഇളക്കി ഇത് പിടിപ്പിച്ച് ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. പിന്നെ അതിൽ
അണ്ടിപ്പരിപ്പ് പുറത്തിടണം. ഇത് പായസം ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. ഇത് ഓഫ് ചെയ്തു. ഇനി അണ്ടിപ്പരിപ്പിന് പാത്രം വയ്ക്കുകയാണ്. നെയ്യ് ഒഴിക്കാൻ പോണു. അഞ്ച് സ്പൂൺ നെയ്യ്. അണ്ടിപ്പരിപ്പുണ്ട്. ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യും. ചെറിയ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് ഇളക്കി ആയിക്കൊണ്ടിരിക്കണു. അതിന് ശേഷം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് അങ്ങനെ തന്നെ പായസത്തിലേക്ക് ഇടും. അങ്ങനെ പാൽ ഈ പഴപ്രഥമൻ റെഡി. ഇനി നമുക്ക് സർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആക്കാം. സർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മളാക്കാണ്. അപ്പോൾ പായസം റെഡിയായി. ഇനി എല്ലാവർക്കും പായസം കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ പായസമൊക്കെ റെഡിയായി. നമ്മളിനി എല്ലാവരും ഇത് പായസം ടേസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ പഴപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ പഴപ്രഥമൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.